നമസ്കാരം. വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്താനായി G7 നേതാക്കൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒത്തുകൂടിയത്. മൂന്നാം വട്ടം അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ അന്താരാഷ്ട്ര പര്യടനമായതുകൊണ്ട് തന്നെ രാജ്യം ഒറ്റുനോക്കിയ ഒരു സമ്മേളനം തന്നെയായിരുന്നു G7 ഉച്ചകോടി. ഇറ്റലിയിലെ അബുലിയിലാണ് ഇക്കുറി 50ാമത് G7 ഉച്ചകോടി നടന്നത്. ഉച്ചകോടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും പങ്കെടുത്തിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്ന ആദ്യ ഉച്ചകോടിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി മോദി മറ്റ് ലോക നേതാക്കൾക്കൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ച ഹൃദയവും അർത്ഥപൂർണവുമായിരുന്നു. മാർപ്പാപ്പയെ മോദി ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുമൊത്തുള്ള ചിത്രങ്ങളും മോദി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ആ ചിത്രങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോഴത്തെ ക്രൈസ്തവ മത വിശ്വാസികളെയും ഫ്രാൻസിസ് മാർപ്പാപ്പയും പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് അക്കൗണ്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പരിഹസിച്ചിരിക്കുന്നത്. അവസാനം പോപ്പിന് ദൈവത്തെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് ക്രൈസ്തവരെ കോൺഗ്രസ് പുച്ഛിച്ചത്. ഇതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തു. തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അർബൻ നക്സലുകളോ നടത്തുന്ന കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് ഹാൻഡിൽ ദേശീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരവും അപമാനകരവുമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് തുടരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാർപ്പാപ്പയെയും ക്രിസ്ത്യൻ സമൂഹത്തെയും പരിഹസിക്കുന്ന തരത്തിലേക്ക് വരെ അതെത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിയാണെന്ന് ഉറപ്പാണ്. KC വേണുഗോപാലിന് ഇതിനെക്കുറിച്ച് അറിയാം. ഇതിൽ രാഹുൽ ഗാന്ധി എന്ത് ചോദിക്കും? മല്ലികാർജുൻ ഖാർഗെ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് K. സുരേന്ദ്രൻ ചോദിച്ചു. BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ പേജിൽ നിന്നും പോസ്റ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും സൗഹാർദ്ദവും തകർക്കുന്നതും വർഗീയ വിദ്വേഷവും സംഘർഷങ്ങളും സൃഷ്ടിക്കാനുള്ള ശ്രമവുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം വിഭജന തന്ത്രങ്ങൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും എല്ലാ സമുദായങ്ങൾക്കിടയിലും സമാധാനവും ധാരണയും വളർത്തുന്നതിനായി പ്രവർത്തിക്കുകയും വേണമെന്ന് കുമ്മനം രാജശേഖരനും പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളെ BJPക്ക് എതിരാക്കാനുള്ള ശ്രമം ചിലർ നടത്തിയെങ്കിലും അധികാരത്തിൽ തുടരാൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ മതവിശ്വാസികളുടെ പിന്തുണ BJPക്കും NDAക്കും ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലെ കൂടിക്കാഴ്ച വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ള ഭയം കൊണ്ടാവാം കോൺഗ്രസുകാർ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.